ഇന്ന് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്നറിയോ, നമ്മുടെ കാശ്മീരി നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. പക്ഷേ എന്നാൽ നമ്മൾ കേരളത്തിൽ നമ്മൾ കുറേ പേര് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷും കൂടിയാണ്. വേറെ ഒന്നുമല്ല, നവരത്ന കുറുമയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ഉണ്ടാക്കണമെന്നുണ്ടല്ലോ, ഇഷ്ടം പോലെ സാധനങ്ങൾ വേണം, എന്നാലേ അതിൻ്റെ ഫുൾ എന്നാ പറയുന്ന രുചി അതിനകത്ത് വരത്തുള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നല്ലോ, നമ്മുടെ വീട്ടിലുള്ളത് വെച്ച് അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഒക്കുകയല്ല. കാര്യം എന്നാന്ന് വെച്ചാൽ അതിനകത്ത് കുറേ കാര്യങ്ങൾ ചേരുന്നുണ്ട്. ഇനി അതിനകത്ത് എന്നാക്കിയാണ് വേണ്ടിയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് കുറച്ച് സവാള വേണം. അത് എന്നാന്ന് വെച്ചാൽ സ്ക്വയർ ഷേപ്പിനായിട്ട് അരിഞ്ഞു വെച്ചാൽ മതി, ഒരു ബൗള്. പിന്നെ വേണ്ടിയത് കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുന്നതായത്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ വേണ്ടിയ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ജീരകം. പിന്നെ ഇതിനകത്ത് തന്നെ വേണ്ടിയെന്ന് വെച്ചാൽ എണ്ണയല്ല ഉപയോഗിക്കുന്നത്, ബട്ടറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വഴറ്റാനൊക്കെ ഉള്ള കുറച്ച് ബട്ടർ എടുക്കുക. പിന്നെ കുറച്ച് ബീൻസ്, കുറച്ച് ക്യാരറ്റ്, കോളിഫ്ലവർ, പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ്. പിന്നെ വേണ്ടിയത് പച്ചമുളക് കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. പിന്നെ വേണ്ടിയത് ഫ്രൂട്ട്സ് മെയിനായിട്ട് ആപ്പിൾ വേണം കുറച്ച്, പിന്നെ കുറച്ച് പൈനാപ്പിള്. ഫ്രൂട്ട്സായിട്ട് ആപ്പിളും പൈനാപ്പിളും മാത്രം മതി. പിന്നെ വേണ്ടിയത് കുറച്ച് പനീറാണ്. പിന്നെ കുറച്ച് ടൊമാറ്റോ. ഈ ടൊമാറ്റോ തനിയായിട്ട് ഇടാം, അതല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ പ്യൂറേ ആക്കാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ. പിന്നെ വേണ്ടിയത് കുറച്ച് ഫ്രഷ് ക്രീമാണ്. ഈ ഫ്രഷ് ക്രീം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഫ്രഷ് ക്രീം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്നാന്ന് വെച്ചാൽ നമ്മുടെ പാലിൻ്റെ പാടയില്ലേ, അതെടുത്ത് വെച്ച് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നതാണ് ഈ ഫ്രഷ് ക്രീം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേന് ചിലപ്പോൾ ഈ വെളിയിൽ മേടിക്കുന്നതിൻ്റെ അത്രയും ടേസ്റ്റ് വരികയില്ല. പിന്നെ അതല്ല, ഒത്തിരി ഹെൽത്ത് കോൺഷ്യസ് അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ പാൽപ്പാട എടുത്ത് നല്ലതായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ അലങ്കരിക്കാനും അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടാനായിട്ട് കുറച്ച് മല്ലിയില. ഇതും മുന്തിരിങ്ങായും ഒക്കെ ഗാർണിഷിങ് തന്നെയാണ്. അതുകൊണ്ട് അതിന് അളവൊന്നുമില്ല, നമുക്ക് ഗാർണിഷ് ചെയ്യാൻ എത്രയാണ് വേണ്ടിയെന്ന് വെച്ചാൽ അത്ര എടുത്ത് വെച്ചാൽ മതി. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്. ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പ് രണ്ട് തവണയായിട്ടാണ് ഇടുന്നത്. ഫസ്റ്റ് നമുക്ക് അരയ്ക്കാൻ വേണം, ഇത് ഗാർണിഷ് ചെയ്യാൻ പ്രത്യേകം വേണം. ഇത് കുറച്ച് പഞ്ചസാര. കാര്യം എന്നാന്നോ, നമ്മൾ ഇപ്പോൾ ഈ ഒരു ബട്ടർ ചിക്കൻ ആണെങ്കിലും എല്ലാത്തിനും നോർത്ത് ഇന്ത്യൻസിനും ബേസിക്കലി ഒരു സ്വീറ്റ്നെസ് വരുന്നതുണ്ട്. അതുകൊണ്ട് അവർ ഈ ബേസിക്കലി ഇച്ചിരി പഞ്ചസാര എടുക്കുന്നത്. പക്ഷേ ഈ പഞ്ചസാര എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി അങ്ങ് അല്ല ഇടുന്നത്, ഒരു ഇച്ചിരി ഒക്കെ ഇടത്തുള്ളൂ. ഇതിനകത്ത് നമ്മൾ എണ്ണ എന്നൊരു സാധനമേ ഉപയോഗിക്കുന്നില്ല, നമ്മൾ ഇതിനകത്ത് ബട്ടറാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിനകത്ത് രണ്ട് ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. എന്നുവെച്ചാൽ ഞാൻ ഉണ്ടാക്കിയേക്കുന്ന രീതിയുണ്ട്, അതല്ല ബേസിക്കലി ആയിട്ട് പറയുന്നത്. ചിലർക്ക് ഒത്തിരി ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് പ്രൊസീജിയർ, ആദ്യം കുറച്ച് ബട്ടർ ഇട്ടിട്ട് കുറച്ച് ജീരകം. നോർത്ത് ഇന്ത്യൻ ഡിഷ് ആകുമ്പോഴത്തേക്ക് ജീരകമല്ലേ, അതിന് നമ്മൾ ഒത്തിരി ഒന്നും ഇടണ്ട കേട്ടോ. എന്നാ പറയുന്നത്, ഒരു നുള്ളൊക്കെ ഇട്ടേച്ചാൽ മതി. ജീരകം ഒരു ഇച്ചിരി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക്, മൂക്കാനൊന്നും മാത്രം ഇടുന്നില്ല, ഒരു ഇച്ചിരി ഒരു പിഞ്ചേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇതിനകത്തോട്ട് നമുക്ക് സവാള ഇടാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, സെക്കൻഡ് ഒരു ഓപ്ഷൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ ഞാൻ സവാള വഴറ്റുക ബട്ടറിൽ. അല്ലെന്നുണ്ടെങ്കിൽ സവാളയും മഞ്ഞപ്പൊടിയും ഞാൻ ഈ പറഞ്ഞ പൗഡേഴ്സ് എല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ചുമ്മാ ഇട്ടേച്ച് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചേച്ച് വേവിച്ചെടുക്കുക. നമ്മുടെ സവാള വേവിച്ചെടുക്കുക. ഇതാ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബട്ടറിനകത്തോട്ട് സവാള നല്ലതായിട്ട് വഴറ്റിയേച്ച് പൊടികൾ നോക്കിയിട്ട് അതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറ്റിയേച്ചും മിക്സിയിലിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വഴറ്റി അരച്ചെടുക്കുന്ന സവാളയ്ക്ക് കുറച്ചുകൂടെ ഒന്ന് നല്ല, മറ്റേ ആകുമ്പോഴത്തേനുണ്ടല്ലോ ഒരു ഇച്ചിരി പച്ചച്ചോവയൊക്കെ അതിനകത്ത് കാണും. അതുകൊണ്ട് അത് നമുക്ക് വേണ്ട.
നമുക്കിത് അടച്ചിട്ട് ഈ എന്നാ പറയുന്ന പച്ചക്കറിയൊക്കെ ഒന്ന് വേവണം. കുറുമ ഏകദേശം വെന്തില്ല, നമ്മുടെ പച്ചക്കറി മാത്രമേ വെന്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനൊന്ന് നോക്കട്ടെ. ബട്ടറിൻ്റെ ഒക്കെ ഒരു നല്ല മണമൊക്കെ ഉണ്ട്. പച്ചക്കറി ഈ പറഞ്ഞ കൂട്ട് വെന്ത് ഉടഞ്ഞങ്ങ് ചേരുമൊന്നും വേണ്ട, പച്ചക്കറി ആയിട്ട് തന്നെ ഇരുന്നോട്ട് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് എന്നാ ചെയ്യേണ്ടതെന്നറിയോ, തീ നല്ല സിമ്മാക്കി വെച്ചേച്ച് ഇതിനകത്തോട്ട് നമ്മുടെ അടുത്ത ഫ്രൂട്ട്സ് എല്ലാം ചേർക്കണം. ഫ്രൂട്ട്സിനൊന്നും ഒത്തിരി വേവൊന്നുമില്ല, ഇച്ചിരി വേവേ ഉള്ളൂ. പിള്ളേരുടെ കുറുമയൊക്കെ ഉണ്ടാക്കുമ്പോണ്ടല്ലോ പിള്ളേർ വന്ന് എച്ച് നോക്കുമായിരിക്കുമല്ലോ അടുപ്പയിൽ എന്നതാ ഈ അമ്മ ഉണ്ടാക്കുന്നതെന്ന്. അന്നേരം ഉണ്ടല്ലോ പിള്ളേർ വരുമ്പോൾ മാത്രം വെയിറ്റ് ചെയ്തിട്ട് ഈ പനീറൊക്കെ ഇട്ട് കാണിക്കണം കേട്ടോ. അപ്പം അമ്മ പനീർ ഇട്ടോ അമ്മ എന്ന് പറയുമ്പോൾ പിള്ളേർ എന്നാൽ ഇതൊന്ന് കഴിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞ് ട്രൈ എങ്കിലും ചെയ്യും. ഇതിനകത്തോട്ട് കുറച്ച് ടൊമാറ്റോ എന്നിട്ട് തീ ഇച്ചിരി കൂട്ടി വെച്ചേച്ച് നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന പേസ്റ്റില്ലേ അതിനകത്തോട്ട് ചേർക്കണം. പിന്നെ കുറച്ച് വെള്ളവും ചാറനുസരിച്ച് വേണം ഇനി അതിനകത്ത് വെള്ളം ചേർക്കാൻ. കാര്യം എന്നാന്നോ, കുറച്ച് കൂടുതൽ ചാറ് ഇരുന്നു എന്ന് പറഞ്ഞൊന്നും കുഴപ്പം വരികയില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മളാന്നു അണ്ടിപ്പരിപ്പൊക്കെ അരച്ചേക്കുമല്ലേ, അന്നേരം അണ്ടിപ്പരിപ്പ് ബേസിക്കലി നല്ലതായിട്ട് കുറുകി വരും. അതുകൊണ്ട് ഇച്ചിരി ചാറ് ഇരുന്നേച്ചെന്നും പറഞ്ഞുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ഫ്രഷ് ക്രീം ചേർക്കും. ഒരു കണക്കിന് പറയുവാണെങ്കിൽ ഇതൊരു റിച്ചാണ് ഈ കറി. ഇനി ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില ഇടുക. അതെന്നാന്ന് വെച്ചാൽ ആ തിളയ്ക്കുമ്പോഴത്തേക്ക് മല്ലിയിലയുടെ ഒരു ഫ്ലേവർ വരണം. അല്ലാതെ ഗാർണിഷ് ചെയ്യാൻ ഇച്ചിരി അങ്ങോട്ട് മാറ്റി വെച്ചേക്കണേ. ഇനി ഇത് നല്ലതായിട്ടൊന്ന് തിളയ്ക്കണം. എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോ. പിന്നെ ഈ തിള വരുന്നതിന് തൊട്ട് മുമ്പേ എന്നാന്നറിയോ, ഇച്ചിരി പഞ്ചസാര, ഒത്തിരി ഒന്നുമില്ല, ഇതിനകത്തൊരു 1/4 സ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിനകത്ത് എരിവ് കുറവാണ്, അന്നേരം പച്ചമുളകൊക്കെ കൂട്ടേണ്ടവർക്ക് കൂട്ടിയേക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇച്ചിരി കൂട്ടുന്നവർക്ക് കൂട്ടാം. പക്ഷേ നവരത്ന കുറുമ ബേസിക്കലി ഈ ഒരു കളറാണ്. അല്ലാതെ ചിലയിടത്തൊക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടി ഡാർക്കാണ്. അത് നമ്മൾ എന്നാന്ന് പറയുന്നത് ആ പൗഡേഴ്സൊക്കെ ചേർക്കുന്നതിൻ്റെ അളവ് വ്യത്യാസം വരുത്താം ആ കളർ ഡിഫറൻസ് വരുന്നത്. പക്ഷെ ടേസ്റ്റ് ഇസ് ഓൾമോസ്റ്റ് ഒരുപോലെ തന്നെ വരുള്ളൂ. ഇതിന് നല്ലതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിനകത്തോട്ട് നമ്മുടെ ഫ്രഷ് ക്രീം, ഒരു 3 വലിയ ടേബിൾ സ്പൂൺ നിറച്ചങ്ങ് ഒഴിച്ചേക്കുക. ഇതിനകത്തോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിങ്ങായും ഇനി നമുക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്യണം. അപ്പം എന്നാന്ന് വെച്ചാൽ അത് പ്രസൻറ്റ് ചെയ്യണ്ടേ. അപ്പം ഞാനതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇത് തിളച്ചു, ഞാനെല്ലാം ചേർത്തു, ക്രീമും എല്ലാം ചേർത്തു. ഇനി നമുക്ക് അങ്ങ് തീ ഓഫ് ചെയ്തേക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്കിത് കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ അത് ഈ പറഞ്ഞ എന്നാന്നറിയാം, അതൊന്നും എനിക്ക് വലുതായിട്ടില്ല, പക്ഷേ എന്നാലും നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേനും ഒരു ഇച്ചിരി ഒരു ഭംഗിയൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ടൊന്ന് ഞാൻ ഗാർണിഷ് ചെയ്ത് കാണിച്ചു തരാം.